ഇതൊരു 2000 വാട്ട്സിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ഇൻവെർട്ടറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2000 വാട്ട്സിൻ്റെ ഒരു ഹീറ്റ് ഗണ്ണാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ളത്. അപ്പോൾ ഇത് ബാറ്ററിയിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാറ്ററിയിൽ നിന്ന് എത്ര ആമ്പയർ എടുക്കുന്നുള്ള JK ബീംസിൻ്റെ ആപ്പ് വഴി നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഇൻവെർട്ടർ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസ് അടക്കം ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഇൻവെർട്ടറിൻ്റെ അകത്ത് തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീനിൽ ഫുൾ സ്റ്റാറ്റസ് നമുക്ക് കിട്ടും. ഇത് ഓൺ ചെയ്യുന്നതിനായിട്ട് ആദ്യം ഈ റീസെറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, BMS ഓണാക്കാനാണ്. അതുകൂടാതെ അതിൻ്റെ സൈഡിൽ DC MCB ഓണാക്കി കൊടുക്കുക. ഇത് രണ്ടും ഓണായി കഴിഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടർ ഓണാവുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ വേറെ പവറൊന്നും കൊടുത്തിട്ടില്ല, ബാറ്ററി ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ബാറ്ററി വെച്ചിട്ടാണ് ഇതിപ്പോൾ ഓണായിരിക്കുന്നത്. ലിയോണിക്സിൻ്റെ IPPCൻ്റെ പഴയ മോഡലുകളിൽ സാധാ ഓൺ ഓഫ് ബട്ടൺസ് ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പുഷ് ബട്ടൺ ആക്കിയിട്ടുണ്ട് ഈ പുതിയ ജനറേഷനിലെല്ലാം. ഇത് സ്ക്രീനിൻ്റെ സൈഡിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാനും പറ്റും. അതിൻ്റെ പഴയ മോഡലിൻ്റെ ഫോട്ടോയാണ് ഞാനിവിടെ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇവരുടെ പുതിയ ജനറേഷനിൽ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം നമുക്ക് സ്ക്രീനിലെ സെറ്റിങ്സ് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനായിട്ട് സ്റ്റാൻഡ് ബൈ മോഡ് ഓഫ് ചെയ്ത ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് മെനുവിലേക്ക് പോകാം. രണ്ട് തരത്തിലുള്ള സെറ്റിങ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന് യൂസർ സെറ്റിങ്സും അടുത്തതായിട്ട് ഇൻവെർട്ടറിൻ്റെ കാലിബ്രേഷൻ സെറ്റിങ്സുമാണ്. കാലിബ്രേഷൻ സെറ്റിങ്സിന് വേറെ പാസ്വേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന യൂസർ സെറ്റിങ്സാണ്. അതിൽ നമുക്ക് UPS മോഡ് ഓൺ ഓഫ് പോലുള്ള കാര്യങ്ങളും പിന്നെ ഈ സോളാർ ചാർജിങ് ഓൺ ഓഫ് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യാൻ പറ്റും. ഇതിൽ പാസ്വേഡ് നമ്മൾ റോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അത് എക്സിറ്റ് ആവും, അത്രമാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂസർ സെറ്റിങ്സിൽ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലാസ്റ്റായിട്ട് കാണിക്കുന്ന എൻ്റർ സെറ്റപ്പ് എന്നുള്ള പ്രോംപ്റ്റിൽ നമുക്ക് S കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ സെറ്റിങ്സിൽ കയറാൻ പറ്റും. പക്ഷേ കാൽക്കുലേഷൻ സെറ്റിങ്സിലെ പാസ്വേഡ് കൃത്യമായിട്ട് അടിച്ചാൽ മാത്രമേ നമുക്കതിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അത് ജസ്റ്റ് റോങ് പാസ്വേഡ് മെസ്സേജ് കാണിച്ച് അത് എക്സിറ്റ് ആയി പോകാറാണ് പതിവ്. മെയിനായിട്ട് ഈ സെറ്റപ്പ് മോഡ് ആക്സസ് ചെയ്യേണ്ടി വരുന്നത് സർവീസ് ടെക്നീഷ്യൻസിന് അവരുടെ എന്തെങ്കിലും കാൽക്കുലേഷൻസോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെർട്ടറിൻ്റെ ബോർഡ് മാറ്റിയ ശേഷം റീകാൽക്കുലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസിലൊക്കെയാണ് അവർക്ക് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. അല്ലാത്ത പക്ഷം അവർക്കും അത് വലുതായിട്ട് യൂസ് വരുന്നതല്ല. ഇൻവെർട്ടർ ഫ്രണ്ടിൽ വരുന്ന ഡിസ്പ്ലേ ബോർഡിൻ്റെ പുറകുവശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മെയിൻ ബോർഡിലേക്ക് ഒരു കണക്ഷൻ പോയിട്ടുണ്ട്, ഡിസ്പ്ലേയുടെ ഡേറ്റയും പവറും കിട്ടാനായിട്ട്. പിന്നെ മെയിൻ ട്രാൻസ്ഫോമറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ബോർഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റ് സിങ്കിൻ്റെ താഴെയായിട്ട് ഫാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാനിൽ നിന്ന് അടിച്ച് കളയുന്ന ചൂട് ക്യാബിൻ്റെ വെളിയിലേക്ക് അടിച്ച് കളയാനായിട്ട് അഡീഷണലായിട്ട് വേറൊരു എക്സോസ്റ്റ് ഫാൻ ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെയാണ് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെൻറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു JKയുടെ BMS കാണാൻ സാധിക്കും. പിന്നെ സൈഡിൽ ഇവരുടെ ഈ കമ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ബാറ്ററി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നത് ബാറ്ററിയിലേക്ക് ചൂട് അധികം അടിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഈ ഇൻവെർട്ടറിൽ ഉപയോഗിച്ചിരുന്ന മെയിൻ ബോർഡ്. ഈ മെയിൻ ബോർഡിൽ സൈഡിലായിട്ട് നമ്മൾ ആ മോസ്ഫെറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം, 16 മോസ്ഫെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഒരു സൈഡിലിട്ടും അടുത്ത സൈഡിലിട്ടും. പിന്നെ കമ്പോണൻസ് നമുക്ക് കുറേ SMD കമ്പോണൻസുകൾ കാണാൻ പറ്റുമെങ്കിലും ഇത് അത്യാവശ്യം സർവീസ് ചെയ്യാൻ പറ്റുന്ന ബോർഡാണ്. പിന്നെ റിലേസൊക്കെ OEൻ്റെ റിലേ ആണ്. ഇനി നമുക്ക് ഈ ഇൻവെർട്ടറിലെ അടുത്തൊരു മെയിൻ കമ്പോണൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ഒന്ന് നോക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ കോപ്പർ ട്രാൻസ്ഫോമറുകളാണ്. ആ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങിൻ്റെ എൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ നമ്മളിപ്പോൾ കൂടുതലും കാണുന്നത് അലുമിനിയം ട്രാൻസ്ഫോമറാണ്. പിന്നെ ഈ പറഞ്ഞ കോപ്പർ ട്രാൻസ്ഫോമറും നല്ല ക്വാളിറ്റിയുള്ള ബോർഡും ഒക്കെ വരുമ്പോൾ പ്രോഡക്റ്റിൻ്റെ വില സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ അതുകൊണ്ട് പലരും കോസ്റ്റ് കുറയ്ക്കാനായിട്ട് കമ്പോണൻ്റ് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലേ മിക്കവാറും മാനുഫാക്ചേഴ്സിന് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റൂ. 2000 വാട്ട്സ് വരെ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടർ ആയതുകൊണ്ടാണ് 16 ആമ്പിയറിൻ്റെ പവർ കോഡ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഇവിടെ സൈഡിലത്തെ ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. വാൾ മൗണ്ടിങ് സ്റ്റാൻഡ് വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇതിൻ്റെ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഓൺഗ്രിഡ് ഇൻവെർട്ടറുകൾ മൗണ്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ വാൾ മൗണ്ട് ചെയ്യാൻ പറ്റും. ലിയോണിക്സിൻ്റെ IPBS സീരീസ് ഇൻവെർട്ടറുകളും അതുകൂടാതെ പവർ വാൾ ബാറ്ററികളും ഇതേ രീതിയിൽ തന്നെയാണ് സാധാരണ മൗണ്ട് ചെയ്യുന്നൊരു ഓപ്ഷൻ അവർ കൊടുക്കാറുള്ളത്. പ്രസ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വിൻഡോയിൽ കാണിക്കുന്ന അതേ സ്ക്രീൻ തന്നെ ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റീഡിങ്സ് വായിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ലോഡ് ചെയ്യുന്നത് ഒരു ഹീറ്റ് ഗണ്ണാണ്. ഹീറ്റ് ഗണ്ണ് നമുക്ക് ലോഡ് ചെയ്ത് നോക്കാം. ഇത് 2000 വാട്ട്സ് വരെ എടുക്കുന്ന ഒരു ഹീറ്റ് ഗണ്ണാണ്. ഇത് ലോഡ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി പാക്കിൽ നിന്ന് എത്ര എടുക്കുന്നുണ്ടെന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഏകദേശം 25.8 വോൾട്ടിൽ ഒരു 67 ആമ്പിയർ 68 ആമ്പിയർ അടുപ്പിച്ചാണ് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. JK BMSൻ്റെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സെൽ വൈസ് ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. സെൽ വൈസ് ഡീറ്റെയിൽസ് കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ബാക്കി പാക്കിൻ്റെ പാരാമീറ്റേഴ്സും നമുക്ക് കാണാനും അത്യാവശ്യം വേണ്ടി വരുന്ന കാര്യങ്ങൾ വേണ്ടി ഒന്ന് എഡിറ്റ് ചെയ്യാനും ഈ ഒരു ആപ്പ് നമുക്ക് ഉപയോഗിക്കാം. പഴയ മോഡലിനെ അപേക്ഷിച്ച് പുതിയ മോഡൽ IPBSകളിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മെയിനായിട്ട് BMSലൊക്കെയുള്ള വ്യത്യാസം തന്നെയാണ് മെയിനായിട്ട് എടുത്ത് പറയാൻ പറ്റുന്നൊരു വ്യത്യാസം. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിസൈനിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ 2.6 kWh ബാറ്ററി പാക്കാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബാക്കി ഓപ്ഷൻസ് കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് MPPT കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷനും അതുകൂടാതെ 16 ആമ്പിയറിൻ്റെയും 6 ആമ്പിയറിൻ്റെയും ഔട്ട്പുട്ട് എടുക്കാനുള്ള സോക്കറ്റ്, 16 ആമ്പിയറിൻ്റെ ഈ പവർ കോഡിൻ്റെ എൻഡിലായിട്ട് നമുക്കൊരു സ്പെയർ ഫ്യൂസ് കൂടെ കാണാൻ സാധിക്കും.
ഇതിൻ്റെ റീസെറ്റ് ബട്ടൺ നമ്മുടെ BMS ഓണാക്കാനും ഓഫ് ചെയ്യാനും യൂസ് ചെയ്തതാണ്. അതിൻ്റെ മുകളിലായിട്ടാണ് മെയിൻ MCB കൊടുത്തിരിക്കുന്നത്. ഇത് ബാറ്ററി MCB ആണ്. പിന്നെ AC-യുടെ ഫ്യൂസ് ഈ പവർ കോഡിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. MPPTക്കും പവർ കോഡിനും ഇടയിലായിട്ട്